അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് CPR എങ്ങനെ കൊടുക്കാമെന്ന്. അതായത് ജനിക്കുമ്പോൾ തൊട്ട് 1 വയസ്സ് വരെയുള്ള 12 മാസം. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും, അതായത് അധികം നമുക്ക് 6 മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരാറ്. കാരണം ആ പ്രായത്തിലാണല്ലോ അവരെന്തെങ്കിലും എടുത്ത് വായിലിടുന്നതും തൊണ്ട ചെന്ന് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ടൊക്കെ ആണെങ്കിലും ഒരു CPR കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, സോ കുഞ്ഞിനെ നമ്മൾ പാനിക്കാവരുത്. ഓക്കെ, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. കുഞ്ഞിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെയിം റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക, ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഡ്രസ്സ് നമ്മൾ മാറ്റിയ ശേഷം കുഞ്ഞിന്റെ ചെസ്റ്റ് നോക്കണം. ഓക്കെ, ചെസ്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൊമക്ക് നോക്കുമ്പോൾ അറിയാം കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അത് മനസ്സിലാക്കിയ ശേഷം ബ്രീത്തിങ് ഉണ്ട്, ഷാലോ ബ്രീത്തിങ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വലിക്കത്തില്ലേ, ഇങ്ങനെ വലിക്കുന്നത്, അത് പ്രോപ്പർ ബ്രീത്തിങ്ങേ അല്ല. ഓക്കെ, അവർ ട്രൈ ചെയ്യുക, അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതാണ് ആ കാണിക്കുന്നത്. ഓക്കെ, വലിച്ചെടുക്കുന്നത്. ഓക്കെ, ബ്രീത്തിങ് ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇനി നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിന് CPR കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ നേരെ കിടത്തണം. ഓക്കെ, നേരെ കിടത്തിയ ശേഷം നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതുപോലൊരു തുണി എടുക്കുക. ഓക്കെ, കുഞ്ഞിന്റെ തല ഇങ്ങനെ പൊക്കണം. കുഞ്ഞിന്റെ തല പൊക്കിയിട്ട് ഈ ഷോൾഡർ ബ്ലേഡ്സ് ഉണ്ടല്ലോ, ഷോൾഡറിന്റെ അടിവശത്തായിട്ട് ഇച്ചിരി ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കണം കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ ഒന്ന് 3-4 ഇങ്ങനെ ഒന്ന് റൗണ്ട് പോലെ ആക്കി കുഞ്ഞിന്റെ തല പൊക്കിയ ശേഷം ആ ഷോൾഡറിന്റെ അടിയിൽ ഇങ്ങനെ വെക്കണം. അപ്പം തല ഇച്ചിരി താപ്പോട്ട് കിടക്കും. ഓക്കെ, സോ ഇവിടെ പൊങ്ങിയിരിക്കാനും തല ഇച്ചിരി ഇങ്ങനെ താപ്പോട്ട് കിടക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം എല്ലാ പ്രൊസീജിയറിനും ചെയ്യുന്ന പോലെ നിപ്പിൾ ലൈൻസിന്റെ നടുക്ക് വരിക. ഓക്കെ, ഈ നിപ്പിൾ ലൈൻസിന്റെ നടുക്ക് സെയിം ഈ പൊസിഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മുടെ ഈ 2 ഫിംഗർ ഉണ്ടല്ലോ, നമ്മുടെ കൺവീനിയന്റ് ആയ കൈ ഏതാണോ ആ കയ്യില് ഫിംഗർ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ പോകും. കുഞ്ഞുങ്ങൾക്കും സെയിം തന്നെയാണ് 30:2 5 സൈക്കിൾസ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. എന്റെ ഒരു കൈ ഇവിടെ കുഞ്ഞിന്റെ തല പിടിച്ചേക്കോ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, 30 കഴിഞ്ഞു. ഇനി നമ്മൾ സെയിം ഈ കൈ കൊണ്ട് ഇങ്ങനെ താടയിൽ പൊക്കി ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഈ കൈ കൊണ്ട് ഇങ്ങനെ താത്തിയിട്ട് കുഞ്ഞിന് നമ്മൾ ഒത്തിരി ആഴത്തിലുള്ള ബ്രത്ത് അല്ല, എന്നാലും കുഞ്ഞുങ്ങളുടെ പരുവത്തിനുള്ള ബ്രത്ത് ഉണ്ടല്ലോ, ആ ബ്രത്ത് നമ്മൾ കൊടുക്കുക, കുഞ്ഞിന് ബ്രത്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളുടെ നമുക്ക് നൈസായിട്ടിരിക്കാൻ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ആ ചെസ്റ്റ് എക്സ്പോസ് ആവുന്നുണ്ടോന്ന്. ഓക്കെ, ഇങ്ങനെ ചീർത്ത് വരുന്നുണ്ടോന്ന് മീൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വയറിൽ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ഒന്നും കൂടെ ബ്രത്ത് കൊടുക്കുക. ആ 2 ബ്രത്തിന് ശേഷം വീണ്ടും നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഓക്കെ, ഈ 2 ഫിംഗർ കൊടുക്കാൻ ഇപ്പൊ ഈ വേദന കൊടുത്ത് ഈ കൈ വേദന എടുത്ത് കാഴ്ച വെച്ചോ. അപ്പൊ നമ്മൾ ഈ 2 തമ്പ് കൊണ്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ തമ്പ് നമ്മുടെ പ്രസ് ചെയ്യുന്ന ഒരു തമ്പ് ആ ചെസ്റ്റിന്റെ ആ പൊസിഷനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ പുറത്തായിട്ട് ഈ തമ്പ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലും നമുക്ക് കൊടുക്കാം. 30:2 നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുക. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന CPR. ഫിംഗേഴ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ കൊടുക്കുന്ന മെത്തേഡിന്റെ വ്യത്യാസം. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് ആഴത്തിൽ മാത്രം മതി. 1 to 2 ആണ് അഡൽസിനെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് 1 ഇഞ്ചിൽ താഴെ മുട്ടാൻ വരും. ഇതിങ്ങനെ കംപ്രസ് ആവുന്ന രീതിയിൽ കൊടുത്താൽ മതി. ഇതിങ്ങനെ ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 2 ഫിംഗേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഓക്കെ, ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന CPR. ഓക്കെ, അപ്പം എനിക്ക് എല്ലാവർക്കും CPR എന്താണെന്നും അതിന് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, എന്നോട് ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ മീ.